കേരളത്തിലെ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയാണ്. വലിയ പ്രതിസന്ധി. അതിലിപ്പോൾ കെ പി സി സി യോഗം പോലും നടത്താൻ പറ്റുന്നില്ല. കെ പി സി സി യോഗം നടത്താനുള്ള തീയതിയായിരുന്നു, പക്ഷേ അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനൊക്കെ പിന്നിലുള്ള ഒരു കാരണമെന്ന് പറയപ്പെടുന്നത് വിശ്വസ്തരായിട്ടുള്ളവരെ വെട്ടിമാറ്റിയതിലുള്ള പ്രതിഷേധമാണെന്ന് പറയപ്പെടുന്നുണ്ട്. വി ഡി സതീശൻ പങ്കെടുക്കില്ല കെ പി സി സി യോഗത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വി ഡി സതീശൻ പങ്കെടുക്കാത്തതിൻ്റെ ഒറ്റ കാരണം സണ്ണി ജോസഫിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് ഞാൻ കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കില്ല. അപ്പോൾ പിന്നെ കെ പി സി യോഗം കൊണ്ട് എന്താ കാര്യം? ഈ കോൺഗ്രസ് എത്ര നാളിങ്ങനെ പോകും? അല്ല, ഈ മാധ്യമ പ്രവർത്തനത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. മറിച്ച് ഈ വി ഡി സതീശനെ ഫോണിൽ വിളിച്ച് വി ഡി സതീശൻ കെ പി സി പ്രസിഡന്റ് വിളിച്ച് ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതായി എവിടെയെങ്കിലും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടോ? വി ഡി സതീശൻ പറയുമോ? അല്ലെങ്കിൽ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്. ഞാൻ ഒറ്റ കാര്യം, കോൺഗ്രസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക കുറേ കാലമായി അത് ഭരണപക്ഷത്തിരുന്നാലും ഞാൻ ചോദിക്കട്ടെ, ആ പാവപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഇത്രയും കേരളം കണ്ട, ലോകം കണ്ട, UN നിന്ന് പുരസ്കാരങ്ങൾ വാങ്ങി അദ്ദേഹത്തെ ഇവിടെ ഈ സരിത എന്ന് പറയപ്പെടുന്ന സ്ത്രീയുടെ പേരിൽ മാധ്യമങ്ങളാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആക്രോശിച്ചത്. ഈ മാധ്യമങ്ങൾക്ക് എപ്പോഴും കോൺഗ്രസ്സുകാരെ വേട്ടയാടാൻ എളുപ്പമാണ്. ചിലപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളാകാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്നാൽ പിണറായി മക്കളെയും വേട്ടയാടുന്നില്ലേ? എന്തുകൊണ്ട്? അത് വ്യക്തമായ കേസുകളുമായി ബന്ധം, രാഷ്ട്രീയപരമല്ല. ഇവിടെ കോൺഗ്രസ്സുകാരെ രാഷ്ട്രീയപരമായി വേട്ടയാടുന്ന ഇപ്പൊ തന്നെ നിങ്ങളുടെ കണ്ടുപിടുത്തം KPCCയുടെ പുതിയ ഭാരവാഹികളുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു. ആ മീറ്റിംഗ് പെട്ടെന്ന് മതിയാക്കിയത് അത് വി ഡി സതീശൻ വിളിച്ചിട്ട് KPCC പറഞ്ഞു ഞാൻ പങ്കെടുക്കില്ല എന്ന്. ഇതൊക്കെ ശുദ്ധ നുണയാണെന്നേ, മാധ്യമ സൃഷ്ടിയാണ്. ഇതൊക്കെ കോൺഗ്രസ് പുച്ഛിച്ചു തള്ളുകയാണ്. യഥാർത്ഥത്തിൽ മീറ്റിംഗ് മാറ്റിവെച്ചത് മീറ്റിംഗ് മാറ്റിവെച്ചത് പാർട്ടിയുടെ ക്യാമ്പ് നടക്കുകയാണ് കോഴിക്കോട്. പാർട്ടിയുടെ ക്യാമ്പ് കോഴിക്കോട് നടക്കുന്നു. രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതി അംഗമാണ്. ഈ കേരളത്തിലെ ഒരു KPCCയുടെ പുതിയ ഭാരവാഹികളുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരാളാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടു. അദ്ദേഹത്തിന് 28-ാം തീയതി തിങ്കളാഴ്ച വരെ അവിടെ ചടങ്ങാണ്. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ പ്രധാനമായും ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വരാൻ കഴിയില്ല. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങുകൾ തീരുന്നവർ അദ്ദേഹത്തിന് വരാൻ കഴിയില്ല. ആ കാരണങ്ങൾ കൊണ്ട്, സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് KPCC മീറ്റിംഗ് മാറ്റിയത്. അല്ലാതെ KPCC മീറ്റിംഗ് മാറ്റിവെച്ചത് വി ഡി സതീശൻ വിളിച്ചു. വി ഡി സതീശൻ പറയത്തില്ല, വി ഡി സതീശൻ ഹാപ്പിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ രമേശ് ചെന്നിത്തലയുടെ അമ്മ മരിച്ചത് അല്ലെങ്കിൽ അത് ഒരു ദുഃഖകരമായ കാര്യമാണ്. പക്ഷെ അതിനകത്ത് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഇത്രയും KPCC അംഗങ്ങളും DCC അധ്യക്ഷന്മാരും ക്യാമ്പിലാണ്. അവരൊക്കെ എത്തേണ്ടതല്ലേ? അവരെത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും അറിയാതെയാണോ ഒരു KPCC യോഗം വെക്കുന്നത്? അല്ല, ഈ ക്യാമ്പ് അറിയാതെയാണോ? ഈ ദിവസം ക്യാമ്പ് നേരത്തെ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെടാതെയാണ് ഈ KPCC, കാരണം അടിയന്തരമായി മീറ്റിംഗ് കൂടണമെന്നുള്ളത് കൊണ്ട് ഡേറ്റ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ക്യാമ്പിൽ പങ്കെടുക്കുന്ന പലർക്കും, അതായത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹിക്ക് പലർക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. KPCC സെക്രട്ടറിമാരെയും DCC അധ്യക്ഷന്മാരെയും എത്രയും വേഗം അത് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് സതീശൻ്റെ വാദം. സതീശൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. അയാൾ ഈ പറയുന്ന പോലെ വി ഡി സതീശൻ്റെ നിലപാടുകൾ കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഇന്നത്തെ KPCCയിലെയും കോൺഗ്രസിലെയും നേതാക്കൾക്ക് കഴിയുന്നില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ വി ഡി സതീശൻ മാത്രമല്ല എത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്. A ഗ്രൂപ്പുകാർ, I ഗ്രൂപ്പുകാർ, കൂടാതെ ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, K മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നു, ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നു. ഈ പ്രതിഷേധങ്ങളൊന്നും കാണാതെ പോകാൻ കഴിയുമോ? ഇതൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാതെ എങ്ങനെയാണ് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നേരിടാൻ പോകുന്നത്? കോൺഗ്രസ് എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണ്. CPM-നെ പോലെയോ മറ്റു പാർട്ടികളെ കേഡർ പാർട്ടിയല്ല. അഭിപ്രായം പറയാൻ കഴിയുന്നൊരു പാർട്ടിയാണ്. അത് ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്തും പറഞ്ഞു പോകാം, ഇപ്പോൾ പറ്റത്തില്ല. അതൊക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്നത് പോലെ രമേശ് Aക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, Iക്ക്. ഇപ്പോൾ Aയും അയ്യൊന്നും ഇല്ലെന്നേ. ചാണ്ടി ഉമ്മൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു ഞാൻ പാർട്ടിക്ക് വിധേയനാണ്, ഞാൻ പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യമുണ്ട്, എല്ലാവരും ആഗ്രഹിക്കും, ഞാൻ ഉൾപ്പെടെ പാർട്ടി സ്ഥാനം വേണം എന്ന് ആഗ്രഹിക്കാത്ത പാർട്ടിക്കാരല്ല. പാർട്ടിയിൽ നിൽക്കുന്ന ഒരാള് തീർച്ചയായും ഒരു സ്ഥാനം ആഗ്രഹിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥാനമല്ല എനിക്ക് കിട്ടണമെന്നില്ല. അല്ല, ഞാൻ താങ്കളടക്കം ഈ പാർട്ടിയുമായിട്ട് എത്രയോ കാലങ്ങളായിട്ട് കോൺഗ്രസുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾക്ക് താങ്കൾ വിചാരിക്കുന്ന തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഒരിക്കലും ലഭിച്ചിട്ടില്ല. താങ്കൾ അർഹിക്കുന്ന തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അതും ലഭിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പലരും
10-25 വർഷവും ഇതിൻ്റെ KPCC ജനറൽ സെക്രട്ടറിമാരായിരുന്നവരും വൈസ് പ്രസിഡന്റുമാരായിരുന്നവരൊക്കെ വീണ്ടും 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എടുത്ത് അതേ തസ്തികയിലേക്ക് കൊണ്ടുവരുമെന്ന് വെച്ചാൽ അല്ല, വന്ധ്യവയോധികരെ ഉൾപ്പെടുത്തി ആ പറയുന്ന യോജിപ്പില്ല. എക്സ്പീരിയൻസ് ഈസ് ദ മാസ്റ്റർ എന്നാണ്. അനുഭവ സമ്പത്തുള്ളവരുണ്ടാകണ്ടേ? എല്ലാം ചെറുപ്പക്കാരെ മാത്രം വെച്ചാൽ അനുഭവ സമ്പത്തുള്ള ആൾക്കാർ തീർച്ചയായും ഉണ്ടാകുന്നത് അത് വലിയ ഗുണം ചെയ്യും. പിന്നെ ഈ എല്ലാവർക്കും കിട്ടിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കിട്ടത്തില്ലെന്നേ. ഒരു പാർട്ടിയല്ലേ ഉള്ളൂ, ഇത്രയും പ്രവർത്തകരില്ലേ, എത്രയോ കാലമായി. ഇപ്പോൾ നമുക്കറിയില്ല, യൂത്ത് കോൺഗ്രസ് നല്ല രീതിയിൽ ഈ അടുത്ത കാലത്ത് ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വളരെ ശക്തമാണ്. ഈ ഒരു പുനഃസംഘടന വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് എല്ലാവരെയും നമുക്ക് ഭാരവാഹിയാക്കാൻ പറ്റുമോ? ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, പിന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാറ്റി. അവിടെ മറ്റൊരാളെ കൊണ്ടുവരാൻ പാർട്ടിക്ക് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അവിടെ അല്ല, അതിനകത്ത് പ്രവർത്തന മാനദണ്ഡമുണ്ട്. അതിനകത്ത് അല്പം കാലതാമസം വന്നത് ആ പ്രവർത്തന പക്ഷെ പ്രഖ്യാപിച്ചല്ലോ. ഇപ്പൊ അവിടെ ഒരു പ്രശ്നമില്ല. ഈ പറയുന്ന അബിൻ വർക്കിക്ക് എന്തായിരുന്നു കുറവ്? അല്ല, അബിൻ വർക്കി എന്ന് പറയുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അബിൻ വർക്കി കുറവുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? മിടുക്കനാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിത് CPM-നോട് BJP-യോട് ചോദിക്കട്ടെ, രാജീവ് ചന്ദ്രശേഖരൻ സുരേന്ദ്രൻ എന്താ കുഴപ്പം? ഇപ്പൊ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെക്കാട്ടിലും മിടുക്കനാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. നിങ്ങൾ എന്തുകൊണ്ട് സുരേന്ദ്രൻ മാറ്റി രാജീവ് ചന്ദ്രശേഖരൻ വെച്ചെന്ന് ചോദിച്ചാൽ നിങ്ങൾ അവരെ പറയാൻ നടക്കുന്നില്ലല്ലോ? അല്ലെങ്കിൽ പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ളോ? വേറെ AK ബാലനെ അല്ലെങ്കിൽ G സുധാകരനെ മറ്റുള്ള വയ്ക്കാതെ ഈ വയോധികനായ പിണറായി വിജയനെ കൊണ്ട് മാത്രമേ ലാവ്ലിൻ കേസിൽ 68 ദിവസം മാറ്റി വെച്ചൊക്കെയാണ് BJP ഉള്ള ചർച്ച. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി മാത്രമേ ഉള്ളോ? അമിത്ഷാ ആയിക്കും കൂടെ? അത് അവരുടെ പാർട്ടിയുടെ തീരുമാനമാണെന്നേ. നിങ്ങൾ നമുക്ക് വിട്ടുതരൂ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാക്കണം എന്ന് മാധ്യമങ്ങളല്ല തീരുമാനിക്കേണ്ട. ഒരു കാര്യം അതായത് താങ്കൾ പറയുന്നത് ചോദിക്കും, നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ്, പാർട്ടി തീരുമാനിക്കും ആരാക്കണം, ഏത് പദവി കൊടുക്കണം, ഏത് അധികാരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇത്രയും കാലമായിട്ട് ഈ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുന്നവർ, അത് യൂത്ത് കോൺഗ്രസിൽ മാത്രമല്ല, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ഒരു തരത്തിലും ഒരു സ്ഥാനമാനങ്ങളും ലഭിക്കാതെ ഒരു അധികാരങ്ങളും ഇല്ലാതെ എപ്പോഴും കഴിയുന്നവർ. അവരെയൊക്കെ ഈ അധികാരങ്ങൾ കൊടുത്ത് അവരെ ഈ പറയുന്ന അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈബ്രൻ്റായിട്ട് ജോലി ചെയ്യുന്നവരാണ് അവർ. അങ്ങനെയുള്ളവർ നോക്കുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം. പകരം ഈ സ്ഥിരം കുറേ മുഖങ്ങളെ കൊണ്ടുവരുന്നത്, ഇതിനെയൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞില്ല. എന്നിട്ട് പഴയ മുഖങ്ങളെ മാറ്റി പുതിയ മുഖങ്ങളെ പ്രതിഷ്ഠിക്കൂ. അവിടെ നിങ്ങൾ ഈ പറയുന്ന എക്സ്പീരിയൻസ് ഈസ് ദ ഗുഡ് മാസ്റ്റർ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പകരം അവിടെ കൊണ്ടുവരേണ്ടത് ഇപ്പോഴത്തെ യുവാക്കളെയാണ്. കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ യുവാക്കളെ വരണമെന്ന് പറയുന്നില്ല, എങ്കിലും യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം കൊടുക്കണം. നിങ്ങൾ എവിടെ കൊടുത്തു പ്രാതിനിധ്യം വനിതകൾക്ക്? ആകെ ഒരാൾക്കാണ് ഒരു വനിതാ പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നത്, രമ്യ ഹരിദാസൻ. നോക്കൂ, ശ്രീ ഗോവൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പുനഃസംഘടനയിൽ 10ഓളം KPCC ഭാരവാഹികളുണ്ട്. രമ്യ ഹരിദാസ് വൈസ് പ്രസിഡന്റ് മാത്രം. ആയിക്കോട്ടെ, ജനറൽ സെക്രട്ടറിമാർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 13 വൈസ് പ്രസിഡന്റിൽ ഒരു വൈസ് പ്രസിഡന്റ് ആണ്. അതെ, തിരുവനന്തപുരം ജില്ലയിൽ 4 വനിതാ ജനറൽ സെക്രട്ടറിമാരുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിനൊക്കെ മാനദണ്ഡം ഉണ്ടെന്നേ. മാധ്യമ പ്രവർത്തകരാണോ തീരുമാനിക്കുന്നത് എത്ര വൈസ് പ്രസിഡന്റ് ആവണം, എത്ര ജനറൽ സെക്രട്ടറി? അത് നമ്മുടെ പാർട്ടിക്ക് വിടൂ. നിങ്ങൾ തിരിച്ച് ഇത് CPM ചോദിക്കുന്നില്ല, BJP ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് വിട്ടുവന്നു. പക്ഷെ എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, ഈ മാനദണ്ഡം എന്ന് പറയപ്പെടുന്നത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെക്കലല്ലേ? ഇല്ല, ഒരിക്കലുമല്ല. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാലം ഉണ്ടായിരുന്നു, എന്ന് മൈദ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പ്രവർത്തന മികവാണ്. ഇപ്പോൾ ഇതാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ പാർട്ടിയുടെ നിലനിൽപ്പാണ്. അല്ലാതെ ഇന്നയാൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലയെന്ന് പറയില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടുണ്ട്, പാർട്ടി പുനഃസംഘടനയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ വളരെ വ്യക്തമായി. അതുപോലെ നിങ്ങൾ VD സതീശനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ഈ പാർട്ടിയുടെ ഒരു വൈബ്രന്റ് ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ വേർഡ്സ് എന്ന് പറയുന്നത് പാർട്ടി മുഖവിലേക്ക് എടുക്കും. അദ്ദേഹത്തിൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ ആയാലും രമേശ് ചെന്നിത്തലയുടെ ആയാലും അതേപോലെ നമ്മുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അദ്ദേഹം ഈ കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു മാർഗദർശിയാണ്. അദ്ദേഹം മികവുറ്റ സംഘാടകനാണ്. അദ്ദേഹത്തിന്റെ സന്ദേശമാണ് ഇന്ന് എല്ലാ കേരളത്തിലെ മുഴുവൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ പേരും, അതുപോലെ രമേശ് ചെന്നിത്തല, നമുക്കറിയാലോ എല്ലാ കേരളത്തിലെ അങ്ങറ്റം ഇങ്ങറ്റം മുഴുവൻ ആൾക്കാരെയും പേരെടുത്തറിയാവുന്ന കഴിയുന്ന ഇവരെല്ലാം ഈ പാർട്ടിയുടെ മുഖമാണെന്നേ. ഇവരെ ഒന്ന് തള്ളി പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി അവർ പറയുന്ന പേരുകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ആയിക്കോട്ടെ, അവർ പറയുന്ന പേരുകൾ ചേർക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ പുതിയ ആൾക്കാർ വരുന്നതെന്നാണ് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇപ്പൊ പറയുന്നത് മറ്റുള്ള ഗ്രൂപ്പുകളൊന്നുമില്ല, ഇപ്പൊ KC ഗ്രൂപ്പാണുള്ളത്. ഈ KC വേണുഗോപാലാണ് ഈ കോൺഗ്രസിന്റെ അടിവേരിറക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇത് ആരാ പറയുന്നത്? ഞാൻ പറയുന്നു. ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ കാണുമ്പോൾ അറിയാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ആവശ്യമുണ്ടോ?
ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു കെ സി വേണുഗോപാൽ. ആ കെ സി വേണുഗോപാലിനെ വെച്ചിട്ട് ഈ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ ഇത്രത്തോളം പിഴപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പടുകുഴിയിലേക്ക് എത്തിക്കപ്പെട്ട വേറൊരു നേതാവ് ഉണ്ടാകില്ല. അയാളെ ഈ പറയുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കെ സി വേണുഗോപാലിനെ അവിടെ നിന്നും ഈ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള മുറവിളി കൂടി കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് സച്ചിൻ പൈലറ്റ് എത്തുകയും ചെയ്യും. ഇനി അടുത്തത് കേരളത്തിലെത്തുക, കേരളത്തിലൊന്ന് മുഖ്യമന്ത്രി പദം അലങ്കരിക്കുക. അതിനു വേണ്ടിയിട്ട് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് കെ സി വേണുഗോപാലിൻ്റെ പദം. അവിടെ നിങ്ങൾ ഈ കെ സി വേണുഗോപാലിൻ്റെ ഈ മുഖത്തെക്കുറിച്ചൊന്നും പറയരുത്. നോക്കൂ, നിങ്ങൾ രാഷ്ട്രീയ പകപോക്കൽ പോലെയാണ് കെ സി വേണുഗോപാലിനെ കുറിച്ച് പറയുന്നത്. കെ സി വേണുഗോപാലിൻ്റെ ശക്തി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അറിയാം. കാരണം ഇപ്പം നടത്തിയ ഭാരത് ജോഡോ യാത്രയല്ലോ, ഭാരത് ജോഡോ യാത്ര അതിന്റെ ശില്പി അതെയാണ്. ഭാരത് ജോഡോ യാത്ര നയിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ ബ്രെയിനാണ്, അദ്ദേഹം തീരുമാനമാണ്. പക്ഷേ അതിന്റെ മുഴുവൻ സംഘാടകൻ, ഈ ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിൽ ജയിപ്പിച്ചതിന്റെ മുഴുവൻ സൂത്രധാരകൻ കെ സി വേണുഗോപാലാണ്. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് സംസ്ഥാനങ്ങളിലുള്ള പാർട്ടി പ്രശ്നങ്ങളെല്ലാം അപ്പപ്പോ പറഞ്ഞു തീർക്കാനും അതേപോലെ കേരളത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ സംഘടനാ ശൈലി. ഞാൻ ഒരു കാര്യം പറയാം, കെ സി വേണുഗോപാലിന്റെ സംഘടനാ ശക്തി ഇന്ന് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഒന്നാമത് നമ്മുടെ ഈ ദേശീയ തലത്തിലുള്ള നമ്മുടെ ഒരു മുന്നണിയുണ്ട്. ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് കെ സി വേണുഗോപാൽ. കെ സി വേണുവിന്റെ കഴിവ്, ശക്തി നിങ്ങൾക്ക് വെയിറ്റ് ആൻഡ് സീ കാത്തിരുന്ന് കാണൂ. അദ്ദേഹം ഇവിടുത്തെ വ്യോമയാന മന്ത്രിയായിരുന്നു, അതേപോലെ ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ കഴിയോ? ഈ സംസ്ഥാന ദേവസ്വം മന്ത്രിയായിരുന്നു, ദേശീയ തലത്തിൽ വ്യോമയാന. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കാൻ ഞാൻ ഒരു കാര്യം, അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞ പോലെ അയാളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ഈ പാർട്ടിയെ ഇത്രത്തോളം വെട്ടിലാക്കിയ ഒരു നേതാവ് കെ സി നിങ്ങളുടെ കാഴ്ചപ്പാടാണെന്നേ. അത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ പറയുന്നത് എന്ത് നേട്ടമാണ് ഈ സംഘടനാ ജനറൽ സെക്രട്ടറി ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ 52 സീറ്റിലേക്ക് ഈ പാർട്ടിയെ കൂപ്പി കുത്തിച്ചതോ? അതിനുശേഷം ഈ 100 സീറ്റ് കഴിഞ്ഞ പാർലമെന്റുകാരെ എണ്ണ ഇത്ര കൂട്ടിയില്ലേ? അത് കെ സി വേണുഗോപാലിനെ അതിലേക്കാണ് ഞാൻ വരുന്നത്. ആ 100 സീറ്റിലേക്ക് എത്തിയത് കെ സി വേണുഗോപാലിന്റെ കരുത്താണ്. തീർച്ചയായും അവിടെ ബി ജെ പിക്കുള്ളിലെ ചെറിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാത്രമാണ് നിങ്ങൾക്ക് അനുകൂല ഘടകങ്ങളായത്. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ജയിക്കാത്തത്? അങ്ങനെ വലിയ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ എങ്കിൽ ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കയറിറങ്ങി ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിച്ച് എന്തുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല? ഒരു 150 സീറ്റ് പിടിച്ചാൽ മതിയായിരുന്നല്ലോ. അതുകൊണ്ട് എന്താ വെച്ചാൽ ശശി തരൂരിന് എന്തുകൊണ്ട് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല? ഇതിൻ്റെയൊക്കെ പിന്നിൽ ചുക്കാൻ പിടിച്ചത് ഈ പറയുന്ന കെ സി വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി തകർന്നു പോയത്. തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കേരളത്തിൽ പോലും ഈ പാർട്ടി. ഞാൻ ഒരു കാര്യം പറയാം, കെ സി വേണുഗോപാൽ ഇപ്പൊ രാജ്യസഭ അംഗമായിരുന്നു. ഗോവൻ എന്നോട് ചോദിക്കുമായിരുന്നു, അത്ര വലിയ നേതാവാണെങ്കിൽ എന്തുകൊണ്ട് വന്ന് ആലപ്പുഴ മത്സരിക്കാത്തത്? അതേ രാജ്യസഭ അംഗമായിരിക്കുന്ന എന്തിനാ? അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് രാജ്യസഭ അല്ലെങ്കിൽ ആ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭ അംഗമായിരിക്കുന്നതിനാ? അത്ര കഴിവുള്ളവനാണെങ്കിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കാത്തതെന്ന് ഗോവ ചോദിക്കായിരുന്നു. നോക്കൂ, അദ്ദേഹം രാജ്യസഭ അംഗമായിരുന്നപ്പോഴാണ് കേരളത്തിലാണ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായി വന്ന് ആലപ്പുഴയിൽ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചത്. പിന്നെ കേരളത്തിൽ മുഴുവൻ സീറ്റുകൾ തൂത്തുവാരില്ലേ പാർലമെന്റ് ഇലക്ഷൻ? അത് കെ സി വേണുഗോപാലിന്റെ കഴിവാണെന്നേ. പിന്നെ ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ പാർലമെന്റിനെക്കാളും കെ സി വേണു സംഘടനാ ജനറൽ സെക്രട്ടറി അപ്പം പാർലമെന്റിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UPയുടെ എണ്ണം കൂട്ടി. അത് നിങ്ങൾ കാണാത്തത്? നിങ്ങൾ BJPയുടെ എന്തോ കഴിവുകളാണ് നമുക്ക് സീറ്റ് കൂട്ടിയെന്ന് പറയരുത്. കോൺഗ്രസിന്റെ ശക്തിയാണ്, ഒരു സംശയം വേണ്ട. BJPയുടെ നേതാവ് എന്താ പറഞ്ഞത്? ഈ അടുത്ത് ഞങ്ങൾ 3-2 ഭൂരിപക്ഷത്തിൽ വന്നാൽ ഭരണഘടന തിരുത്തി എഴുതുമെന്ന് പറഞ്ഞു. ആ നേതാവ് ഇപ്പൊ ഇവിടെ കാണാനില്ലല്ലോ. അത് അബ്സ്കോണ്ടിങ് ആണോ? അതായത് അടുത്ത നമ്മൾ 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും ഭരണഘടന തിരുത്തി എഴുതുമെന്ന് പറഞ്ഞു. ഒരു MP പറഞ്ഞത്. MP ഈ 3-2 ഭൂരിപക്ഷം എവിടെ? അത് കെ സി. ഞാൻ ഒരു കാര്യം പറയാം, ആ വിയർപ്പിൽ കെ സി വേണുഗോപാലിന്റെയും വിയർപ്പിന്റെ തുള്ളിയുണ്ട്. അത് ഇനി ശ്രീ ഗോവൻ എന്ത് തന്നെ പറഞ്ഞാലും, നിങ്ങൾ മാധ്യമക്കാർ എന്ത് പറഞ്ഞാലും, ഈ പാർലമെന്റിൽ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ശക്തിയാണ്, കഴിവാണ് ഇത്രയും സീറ്റ് വന്നത്. ഞങ്ങൾ അധികാരത്തിൽ വരുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ BJPക്കാർ അവരുടെ സാമ്പത്തികവും അവരുടെ മറ്റ് കള്ളവോട്ടും നമുക്കറിയാം. കള്ളവോട്ട് ചേർത്ത് ഇപ്പൊ കണ്ടില്ല. ഇനി മറ്റൊന്ന്, രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ച ഈ കള്ളവോട്ട് കണ്ടില്ലേ? വോട്ട് കൊള്ളാം. ഇതില്ലാതെ തീർച്ചയായും ഞങ്ങൾ അധികാരത്തിൽ വരുമായിരുന്നു. ബീഹാറിൽ വല്ലതും നടക്കും. ബീഹാറിൽ നമുക്ക് കാണാം. വെയിറ്റ് ആൻഡ് സീ. ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവിടെ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയപ്പെടുന്നത്, ചോദ്യം ചെയ്യപ്പെടുന്നത് ഇതുപോലുള്ള പല കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തി പരാജയപ്പെട്ടു പോയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ ഏത് നേതാവ് വന്നാലും കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. എന്റെ കാഴ്ചപ്പാടിൽ കെ സി വേണുഗോപാൽ വളരെ ഭംഗിയായി, വളരെ മിടുക്കനായ, ഈ അടുത്ത കാലത്ത് കാണാത്ത ഏറ്റവും നല്ല സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തേജമാണ്. അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെയും പ്രവർത്തനം ഈ പാർട്ടിക്ക് വളരെ അധികം
ഗുണം ചെയ്തുകൊണ്ടേ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 2024 തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ 19 സീറ്റുകളിലേക്ക് ജയിച്ചു കയറാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നതിൽ ഈ കെ സി വേണുഗോപാലിന്റെ പങ്ക് പറയുന്നുണ്ടല്ലോ. ഇവിടെ പാവപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ബാക്കിയുള്ളവർ, അത് ആരും ആയിക്കോട്ടെ, ഈ കെ മുരളീധരനാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ശശി തരൂരാണെങ്കിലും കെ സുധാകരനാണെങ്കിലും ഒക്കെ ഇവരെല്ലാവരും കൂടെ ശ്രമിച്ച് അതിൻ്റെ ഫലമാണ് ഈ 19 സീറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾ ഈ അംഗീകാരമെടുത്ത് അങ്ങ് ഡൽഹി കിടക്കുന്ന കെ സി വേണുഗോപാലിൻ്റെ തലയിൽ ചാർത്തി കൊടുക്കുന്നത്. സത്യത്തിൽ ഇവിടെയുള്ള നേതാക്കളെ തള്ളിക്കളയുന്നത് ശരിയാണോ? ഇതാരാണ് പറഞ്ഞത് ഡൽഹിയിലാണ് കിടക്കുന്നതെന്ന്? ഈ കെ സി വേണുഗോപാലിന്റെ ഭാര്യയും കുടുംബം നമ്മള് ചർച്ച നടക്കുന്ന തൊട്ടടുത്ത വാർഡിലാണ് താമസിക്കുന്നത്. ഒന്ന്, അദ്ദേഹം മിക്കവാറും എല്ലാ ദിവസവും കേരളത്തിലുണ്ട്. അദ്ദേഹം ഡൽഹിയിലാണോ എന്നുള്ളതല്ല. ഡൽഹിയിൽ പിന്നെ രാജ്യസഭ അംഗമാകുമ്പോൾ ഡൽഹിയിൽ പോകണം. ഇവിടെ എല്ലാ നേതാക്കളുടെയും കെ സുധാകരൻ ഉൾപ്പെടെ എല്ലാ നേതാക്കളുടെയും പ്രവർത്തനം തന്നെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു വീഴ്ച വന്നാൽ നിങ്ങളെല്ലാം കൂടി പറയും കെ സി വേണുഗോപാലിനെ. ഒരു നേട്ടം വരുമ്പോൾ കെ സി വേണുഗോപാൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എല്ലാ ക്രെഡിറ്റിന്റെയും സുപ്രീം പവർ കമാൻഡർ എന്ന് പറഞ്ഞ കെ സി തന്നെയാണ്. അത് ഇന്ന് ഈ പാർട്ടിയെ സംബന്ധിച്ച് ബിഗ് കമാൻഡറാണ്. ഞാൻ ഈ അവസരം അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ജനങ്ങൾ അത് വല്ലാതെ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്കറിയാം അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റ് അംഗമാണ്. കോൺഗ്രസ്സുകാർക്ക് പോലും ചിലപ്പോൾ കഴിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.